ശരി, അവിടെ നിന്ന് 400 മീറ്റർ അകലെയായിരുന്നു അവരുടെ വീടെന്നാണ്. ഈ പാർത്ഥൻ താമസിക്കുന്നത് ഏത് ഭാഗത്തായിരിക്കും? ഏകദേശം പാർത്ഥൻ താമസിക്കുന്നത് താഴെയായിരിക്കോ? വിനീത ഇതിലുള്ള ഒരു പ്രശ്നം, ഒരു പരിമിതി എന്ന് പറയുന്നത്, ഞാൻ ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ അത് വിനീതയ്ക്ക് വ്യക്തമാവും. അതായത് ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ള പ്രദേശത്ത് അടുപ്പിച്ച് വീടുകളായിരുന്നു. ആ വീടുകളാണ് അങ്ങ് വാനിഷായി പോവുകയാണ്. നമുക്ക് ഈ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഒരു വലിയ ഉരുൾപൊട്ടൽ വന്ന് കല്ലുകളും ചെളിയുമെല്ലാം വന്ന് ഇതങ്ങ് എടുത്തു കൊണ്ടുപോവുകയാണ്. ഈ പ്രദേശത്ത് തന്നെ താമസിക്കുന്ന, ഈ പ്രദേശത്ത് പൊതുപ്രവർത്തനം നടത്തുന്ന ഒരു മനുഷ്യനാണ് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല എന്ന് പറയുന്നതിൽ തന്നെ അതിൻ്റെ വ്യാപ്തിയുണ്ട് വിനീത. അതായത് ഒന്നും മനസ്സിലാവുന്നില്ല. ചുരുക്കത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊരു ചെറിയൊരു അരുവിയായിരുന്നു. ഈ അരുവിയാണ് ഇപ്പോൾ ഇത്ര വലിയ ഗർത്തവും കല്ലുകളും എല്ലാം കൂടി വീടുകൾ അപ്പാടെ വിഴുങ്ങിയിരിക്കുന്നത്. ഇതിലെവിടെയാണ് വീട്? എവിടെയാണ് മനുഷ്യരുണ്ടാവുക? എവിടെയാണ് അവരുടെ മറ്റ് സാധനങ്ങളും ആളുകളും ഉണ്ടാവുക? ആർക്കും ഒരു നിശ്ചയവുമില്ലാത്ത രീതിയിലേക്കാണ് ഈ കാര്യങ്ങൾ. ഒരു ദുരന്ത ഭൂമി എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ പറഞ്ഞാൽ കുറഞ്ഞു പോകും. നമ്മൾ നേരത്തെ ഈ ദൃശ്യത്തിലേക്ക് വരികയായിരുന്നു വിനീത. ഇത് കാണണം. വീട്ടിനുള്ളിൽ ഉപയോഗിക്കുന്ന സിലിണ്ടർ, ഒരു വീടിൻ്റെ ജനാലയാണ് ഈ കിടക്കുന്നത്. അപ്പാടെ പറഞ്ഞു വന്നിരിക്കുന്നു. വീടിൻ്റെ മറ്റവശിഷ്ടങ്ങൾ ഇവിടെ കാണാം. കൂറ്റൻ കല്ലുകളുണ്ട്. ഈ പറയുന്ന വീടുകളുടെ കോൺക്രീറ്റോട് കൂടിയുള്ള ഇത്രയും ഭാഗം ഒഴുകി വരണമെങ്കിൽ എന്തായിരിക്കും ഇതിൻ്റെ ശക്തിയെന്ന് ഒന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഈ ഭാഗത്ത് നിന്നാണ് ഇതിൻ്റെ തുടക്കം. ഏതാണ്ട് കുറച്ച് ദൂരം മാത്രമേ ഇവിടുന്ന് അങ്ങോട്ടേക്കുള്ളൂ. ആർത്തലച്ച് വരികയായിരുന്നു ഈ പ്രദേശം ആകെ വിഴുങ്ങിക്കൊണ്ട്. ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയാലാണ് നമ്മൾ കാണുന്ന മറ്റ് മുണ്ടക്കൈ ഉൾപ്പെടെയുള്ള പ്രദേശം, സുദേവൻ്റെ വീട്ടിൽ റെസ്ക്യൂ നടക്കുന്നതൊക്കെ ഇവിടുന്ന് കണ്ടപ്പുറം എത്തുന്ന ആ വളവ് കഴിഞ്ഞിട്ടുള്ള ഭാഗമാണ്. ഒരുപക്ഷെ ആ ഭാഗത്തെ വീടുകൾ തിരഞ്ഞതുകൊണ്ടായിരിക്കണം രക്ഷാപ്രവർത്തകർക്ക് ആദ്യം തന്നെ ഇങ്ങോട്ടേക്ക് എത്താൻ കഴിയാതിരുന്നത് പോലും. ഈ പ്രദേശത്തുള്ളവർ വീടൊന്നും തകരാത്തവർ, അതല്ലെങ്കിൽ വലിയ മഴ വരുമ്പോൾ ഒരുപക്ഷെ എന്തോ സംഭവിക്കാനുണ്ട് എന്നുള്ളത് കൊണ്ട് തൊട്ടടുത്ത റിസോർട്ടിലേക്ക് മാറിയവരാണ് ഈ ഭാഗത്ത് രക്ഷപ്പെട്ട ഏറ്റവും കൂടുതൽ ആളുകൾ. അന്നവർ മാറിയിരുന്നില്ല എങ്കിൽ ഒരുപക്ഷെ സ്ഥിതി വ്യത്യസ്തമാകുമായിരുന്നു. ഒരു ശ്മശാന മൂകതയാണ് ഈ പ്രദേശത്തെങ്ങും. ഈ പ്രദേശത്തെ നന്നായി അറിയുന്ന ആളുകൾക്ക് പോലും എവിടെയാണ് വീടെന്നോ എവിടെയാണ്. ശരി പ്രസാദ്, ഞാൻ മനസ്സിലാക്കുന്നു അവിടുത്തെ ഒരു ദുരന്ത സാഹചര്യം. ആ രക്ഷാപ്രവർത്തകരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ കൂടി ശേഖരിക്കുക, പ്രദേശത്ത് ആരൊക്കെ ഉണ്ടായിരുന്നു എന്നതിനെ കുറിച്ച് ഞാൻ തിരിച്ചെത്തും. ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവസ്ഥാനം, അതിൻ്റെ ഏറ്റവും അടുത്താണ് റിപ്പോർട്ടർ വാർത്താ സംഘം ഇപ്പോൾ എത്തിയിരിക്കുന്നത്. മേപ്പാടി പഞ്ചായത്തിലെ 11-ാം വാർഡ് മുണ്ടക്കൈയിലെ പുഞ്ചിരിമട്ടം എന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ കോടമഞ്ഞിൻ്റെ അപ്പുറമാണ് വെള്ളരിപ്പാറ. ആ കോടമഞ്ഞിൻ്റെ ഇടയിൽ നിന്നാണ് ഉരുൾപൊട്ടൽ തുടങ്ങിയത്. അവിടുന്ന് ഇങ്ങോട്ടേക്ക് ആർത്തലച്ച് വരികയായിരുന്നു. ഒരു ചെറിയ തോട് മാത്രമായിരുന്നു ഇതുവഴി ഉണ്ടായിരുന്നത്. ഇതിൻ്റെ അരികിൽ ഏതാണ്ട് 30-ലധികം വീടുകൾ നമ്മൾ ഈ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് മുകളിലോട്ട് മാത്രമുണ്ട്. ഇപ്പോൾ 7-8 വീടുകൾ മാത്രമാണ് അതേപോലെ അവശേഷിക്കുന്നത്. ബാക്കിയെല്ലാം ഇതുവഴി ഒലിച്ചുപോയി. രക്ഷാപ്രവർത്തകർക്കോ മറ്റുള്ളവർക്കോ ഇതുവരെയും ഈ ഭൂമിക്കടിയിൽ കിടക്കുന്നവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഈ പ്രദേശത്തിൻ്റെ ഇവിടെ തൊട്ട അവിടെ ഒരു പാലമുണ്ടായിരുന്നു, വലിയ പാലം. ഈ രണ്ട് ഭാഗത്തെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമായിരുന്നു. ആ പാലം പൂർണ്ണമായി ഇല്ലാതായിരിക്കുന്നു. ഇതിൻ്റെ തൊട്ട് എതിർവശത്തേക്ക് നോക്കിയാൽ, അവിടെ സൂക്ഷിച്ച് നോക്കിയാൽ കുറച്ച് വീടുകൾ കാണാം. ആ വീടുകൾ ഒറ്റപ്പെട്ട നിലയിലാണ്. അതിൽ പലരും പല വീടുകളിലേക്കും മാറിപ്പോയി എന്നും പറയുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അവർക്ക് ഇറങ്ങാൻ പോലും വഴിയില്ല. ഈ പ്രദേശത്ത് ഇതുവഴിയാണ് മുകളിലേക്ക് ഒരു റോഡ് പോയിരുന്നത്. ആ റോഡ് ഇന്ന് വലിയ ചളിക്കുളമായിരിക്കുന്നു. ഇനിയിപ്പോൾ ബാക്കിയുള്ള വീട്ടിലുള്ളവർ എങ്ങനെ താമസിക്കും എന്ന കാര്യത്തിൽ ഒരു പിടിയുമില്ല ആർക്കും. ഇനിയിപ്പോൾ രക്ഷാപ്രവർത്തകർ കടന്നു വരേണ്ട അടുത്ത മേഖലയാണിത്. തീർച്ചയായും ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമെന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ വെള്ളരിപ്പാറയാണ്. ഇവിടെ നിന്ന് ഒരു 500-600 മീറ്റർ മാത്രം മാറി അവിടെ നിന്ന് പൊട്ടിയൊലിച്ച് കല്ലുകളും മണ്ണും ചെളിയും മരങ്ങളുമായിട്ടാണ് താഴേക്ക് ദുരന്തം വിതച്ചുകൊണ്ട് ഇതുവഴി പോയതും. പുഞ്ചിരിമട്ടത്തെ കാഴ്ചകളാണ് പ്രസാദ് പങ്കുവച്ചത്. അടിയന്തര ശ്രദ്ധ വേണ്ടുന്ന ഇടം തന്നെയാണ് അത് എന്നാണ് മനസ്സിലാക്കുന്നത്. നേരത്തെ നന്ദ, പാർത്ഥൻ എന്നിങ്ങനെയുള്ള ആളുകളുടെ, ആലക്കൽ അലി, ലത്തീഫ് തുടങ്ങിയവരുടെ വീടുകളുണ്ടായിരുന്ന സ്ഥലം തന്നെയാണ് പുഞ്ചിരിമട്ടം.